ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഓണാഘോഷം ഏതായാലും കളർഫുള്ളായി. ഓണാഘോഷ വിശേഷങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ചാലോ. നമുക്കൊക്കെ എവിടെയോ ഓർമ്മകൾ ഒതുങ്ങിപ്പോയ കുറച്ച് നൊസ്റ്റാൾജിക് മൂമെന്റ്സ് ഒന്ന് പൊടിതട്ടിയെടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ ഞങ്ങൾ പിള്ളേർക്ക് പൂ പറിക്കാൻ വേണ്ടിയിട്ട് ഓലമടഞ്ഞിട്ട് കുഞ്ഞി പൂക്കൊട്ട ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കുട്ടിപ്പട്ടാളങ്ങളുമായി പൂ പറിക്കാനുള്ള യാത്രയിലായി. നാട്ടിൻപുറത്ത് തന്നെ തോടും വയലുമൊക്കെയുള്ള ഒരു അടിപൊളി സ്ഥലത്തെത്തിയപ്പോൾ പിള്ളേർക്കൊക്കെ ഓരോ പൂക്കട്ടയും കൊടുത്തിട്ട് പൂ പറിക്കാൻ ഇറങ്ങി. പൂക്കട്ടയുമായി അവരങ്ങനെ ഓട്ടമായി ചാട്ടമായി. അവരുടെ കളിയും ചിരിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക രസം തന്നെ ആട്ടോ. അങ്ങനെ വയലിന് നടുവിലൂടെ ഒഴുകുന്ന തോടിനടുത്തൂടെ കൊട്ടയും പിടിച്ചുള്ള നടത്തവും ഇരുത്തവും ഒക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. പിന്നെ പിള്ളേരെ വക പൂവുമായി കളത്തിലായി കളി. അങ്ങനെ പൂവൊക്കെ ഇട്ടതിന് ശേഷം വീട്ടുമുറ്റത്തൊരു ഊഞ്ഞാല് കെട്ടാനുള്ള തയ്യാറെടുപ്പിലായി. ആദ്യം തന്നെ ഒരു സ്റ്റാൻഡ് റെഡിയാക്കുന്നതിന് വേണ്ടി കവുങ്ങ് ഉപയോഗിച്ച് കെട്ടിയുറപ്പിച്ചു. പിന്നെ ഇരിപ്പിടത്തിന് വേണ്ടി ഒരു പലകക്ക് 4 ഹോളിട്ടിട്ട് അതിലൂടെ കയറിയിട്ട് ഊഞ്ഞാലിന് കെട്ടി. പിന്നെ ഊഞ്ഞാലിന്റെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വക ഊഞ്ഞാലിൽ ആട്ടമായി. ഊഞ്ഞാലൊക്കെ ഇല്ലാതെ എന്തൊരു ഓണല്ലേ. അങ്ങനെ അതിന്റെ ഇടക്കാണ് നമ്മളെ മാവേലിയെ പോലെ റിത്തൂസ് എവിടുന്നൊക്കെ പൊന്തിയത്. അങ്ങനെ തിരുവോണ ദിവസം അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വന്നതിന് ശേഷം കുറച്ച് ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു. മുണ്ട് ഷർട്ടൊക്കെ എടുത്ത് റിത്തൂസ് ഇറങ്ങി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഓണസദ്യയിലേക്കുള്ള തയ്യാറെടുപ്പിലായി. അടുക്കളയിലെ വിഭവങ്ങൾ നല്ല രുചിയോടെ ഉണ്ടാക്കിയ അണിയറയിലെ കഷ്ടപ്പാടിന് വേണട്ടോ ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ എല്ലാവരും കൂടെ ആകുമ്പോൾ ഇതൊക്കെ ഒരു രസമാണല്ലോ. ഒരുപാട് വിഭവങ്ങളുമായി സദ്യ വിളമ്പി. എല്ലാം ഒന്നിനൊന്ന് ഉഷാറ്. ഓണസദ്യ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അങ്ങനെ സദ്യയുടെ ക്ഷീണമൊക്കെ മാറ്റി ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും കൂടെ കുറച്ച് കലാപരിപാടിയിലേക്ക് കടന്നു. കസേരക്കളിയും ആനക്ക് വാൽ വരയ്ക്കലും അങ്ങനെ കുറെ രസകരമായ കളികൾ. ഏതായാലും ഇങ്ങനെ കുറെ ആഘോഷങ്ങളാണ് ലൈഫ് കളറാക്കുന്നത്. എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാവരോടും ഒരു ബൈ പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം.